അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ലാസ്റ്റ് ചെക്കപ്പ് ഡേ ആണ് കേട്ടോ ഗൈസ്. ഇന്ന് ഞാനും സച്ചിയും 2 അമ്മമാരും എൻ്റെ അനിയത്തിയും ഒക്കെ കൂടെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ടാട്ടോ പോകുന്നത്. ഏതാ പാട്ടെന്ന് ഗസ് ചെയ്യാമോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സാധാരണ എനിക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു കേട്ടോ. വിശന്ന് പൊരിഞ്ഞു ഞാൻ. പിന്നെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് പൊസിഷൻ ഇപ്പോൾ ബേബിയുടെ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ ശരിക്കും എൻ്റെ ലേബർ റൂമിൽ കയറ്റിയ പോലെ ആയിരുന്നു കേട്ടോ. അമ്മമാരും സച്ചും ഒക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുത്തായിരുന്നേ. അൾട്രാസൗണ്ട് സ്കാൻ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഞാൻ ഇറങ്ങി. ഇവരെന്നോട് വിശേഷമൊക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇനി നേരെ നെക്സ്റ്റ് വീക്ക് അഡ്മിഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം സേഫായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കണം. ആൻഡ് നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയം നമ്മളവിടെ പോസ്റ്റായിപ്പോയി. അങ്ങനെ വീടെത്തിയപ്പോൾ ഇതാ അച്ഛനും കിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എനിക്കൊരു ബേബി ബോയ് ആൻഡ് ബേബി ഗേൾ നെയിംസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ സ്കൂബി എൻ്റെ അടുത്ത് വന്ന് വിശേഷം ചോദിക്കുവാണ് കേട്ടോ. എന്തായി സ്കാനിങ് ഒക്കെ എന്തായി, ഓക്കെ അല്ലേ എന്ന്. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പം നെയിംസ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.